അധാർമികം എന്ന് പറയണതിന് ആത്മീയം, ആ ആത്മീയം പറഞ്ഞില്ലല്ലോ, ധാർമ്മികതയും അധാർമികതയും. അധാർമികം എന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്ത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ചിന്തിക്കുമ്പോൾ ആത്മീയ സമ്പത്തിൻ്റെ ഓപ്പോസിറ്റ്. ആത്മീയ സമ്പത്തുണ്ട്, ഭൗതിക സമ്പത്തുണ്ട്. അപ്പം ആത്മീയ സമ്പത്ത് കൊണ്ട് നമുക്ക് സ്വർഗരാജ്യം നേടാം. എന്നാൽ ഭൗതിക സമ്പത്തുള്ളവരെ ആത്മീയ സമ്പത്താക്കി മാറ്റാം. ഇപ്പം മദർ തെരേസയുടെ അടുത്ത് ധാരാളം പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ഒരാൾക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുക്കുകയാണ്, നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന്. അപ്പോൾ അവൻ്റെ സമ്പത്ത് എന്തായി മാറി? അവൻ്റെ സമ്പത്ത് ഇപ്പം ആത്മീയ സമ്പത്തായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ലോകത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ. അപ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദരിദ്രരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവനീതിയും ദൈവത്തിൻ്റെ കാരുണ്യ പ്രവർത്തികളിൽ ആത്മീയമായ കാരുണ്യ പ്രവർത്തികളുണ്ട്, ഭൗതികമായ കാരുണ്യ പ്രവർത്തികളുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ ദരിദ്രനായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ എന്താണ്? നമ്മൾ ആത്മീയമായ ഒരു ഉണർവുണ്ടായാലേ, ആത്മീയമായി പരിശുദ്ധാത്മാവിൻ്റെ കരുണയും ദൈവസ്നേഹവും തമ്മിൽ ഒഴുകിയാലേ നമുക്ക് ഈ ഭൗതിക സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ കൃപയും കരുണയും ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും റോമാക്കാർക്ക് ലേഖനത്തിൽ 4-ാം അധ്യായത്തിലേക്ക് പോകാം. 4-ാം അധ്യായത്തിലാണ് ഈ ദൈവനീതിയെക്കുറിച്ചുള്ള വലിയ രഹസ്യം പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്നത്. ദൈവനീതി ആരംഭിച്ചത് അബ്രാഹത്തിൽ നിന്നാണെന്നും അബ്രാഹത്തിന് എങ്ങനെയുള്ള അവസ്ഥയിലാണ് ദൈവനീതി കിട്ടിയത്? അബ്രാഹം ഒരു യഹൂദനായിരുന്നോ? അബ്രാഹം പരിച്ഛേദനായിരുന്നോ? അല്ല. അപ്പോൾ അബ്രാഹം ഒരു വിജാതീയനായിരുന്നപ്പോഴാണ് വിശ്വാസം എന്ന ദാനം അബ്രാഹത്തിന് കിട്ടിയത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. റോമാക്കാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ അത് ചായ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിയത്. റോമാക്കാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ എവിടെയാണത്? 10. എങ്ങനെയാണ് അത് പരിഗണിക്കപ്പെട്ടത്? അവൻ പരിച്ഛേദിതനായിരുന്നപ്പോഴോ അവരിച്ഛേദിതനായിരുന്നപ്പോഴോ? പരിച്ഛേദിതനായിരുന്നപ്പോഴല്ല, അവരിച്ഛേദിതനായിരുന്നപ്പോൾ. അവരിച്ഛേദിതനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു. എന്ന് പഠിച്ച എല്ലാവരും, അപരിച്ഛേദിതനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു. ഇത് പരിച്ഛേദനം കൂടാതെ വിശ്വാസികളായിത്തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? മാത്രമല്ല, അതുവഴി അവൻ പരിച്ഛേദിതരുടെ പരിച്ഛേദനമേൽക്കുക മാത്രമല്ല, നമ്മുടെ പിതാവായ അബ്രാഹത്തിന് പരിച്ഛേദനത്തിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരുടെ പിതാവായി. ഒന്നുകൂടി വായിച്ചേ. മാത്രമല്ല, അതുവഴി അവൻ പരിച്ഛേദിതരുടെ പരിച്ഛേദനം ഏൽക്കുക മാത്രമല്ല, നമ്മുടെ പിതാവായ അബ്രാഹത്തിന്
പരിച്ഛേദനത്തിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരുടെ പിതാവായി. അതാരുടെ പിതാവാ? അതാരാ? അതായത് വിജാതീയർ അല്ലേ? വിജാതീയർ എന്ന് പറയുന്നത് യഹൂദരല്ലാത്തവരുടെ. അപ്പോൾ അബ്രാഹാം ആരുടെ എല്ലാം പിതാവാണ്? പരിച്ഛേദിതരുടെയും അപരിച്ഛേദിതരുടെയും പിതാവാണ്. എല്ലാവർക്കും നീതി ലഭിക്കുമാറ് അബ്രാഹാം എന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തിലൂടെ ആദം ചെയ്ത അനുസരണക്കേടിനെ നീതീകരിച്ചുകൊണ്ട് അബ്രാഹത്തിന്റെ വിശ്വാസത്തിലൂടെ അതെല്ലാവർക്കും നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തിയിലൂടെ അല്ല ദൈവനീതി വരുന്നത്. ദൈവനീതി വരുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ അല്ല. ദൈവനീതി സൗജന്യ ദാനമാണ്. അതാണ് 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ജോലി ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. എന്നാൽ അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത് എന്തായിട്ടാ? ദാനമായിട്ടാണ്. അപ്പോ വിശ്വാസവും ദൈവനീതിയും ഒരാളുടെ പ്രവൃത്തിക്ക് കിട്ടുന്ന കൂലിയല്ല, മറിച്ച് ദാനമാണ്. ജോലി ചെയ്യുന്നവന് കൂലി കിട്ടുന്നു, പ്രവൃത്തി ചെയ്യുന്നവന് കൂലി കിട്ടുന്നു. പക്ഷേ വിശ്വാസവും ദൈവനീതിയും പ്രവൃത്തി ചെയ്തതുകൊണ്ടാണോ കിട്ടിയത്? അല്ല, വിശ്വാസം വഴി കൃപയാണ്. അപ്പോ ഇവിടെ ഇതെല്ലാം പറയുന്നതിന്റെ കാര്യം, ഫരിസേയരും നിയമജ്ഞരുടെയും നീതി പ്രവൃത്തിയിൽ ആശ്രയിച്ചിട്ടുള്ള നീതിയാ. എന്താണ് അവർ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി? 10 കൽപ്പനകൾ. ഇപ്പൊ ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ട്. കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ നീതി ദൈവത്തിന്റെ ദാനമായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോ നമ്മൾ ഏതാണ്ട് അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ വചനപ്രഘോഷണ വേദികളിൽ കേൾക്കുന്നതും നമ്മളിപ്പോൾ അവരെ വിമർശിക്കാൻ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് ഞാൻ. നമ്മളോട് എല്ലാവരും പറയണത്, നീ ചെയ്യണം, നീ ഇന്നമാതിരി ചെയ്താലേ നിനക്ക് വിമോചനം കിട്ടിയുള്ളൂ, നീ ഇന്നമാതിരി ചെയ്താലേ നിനക്ക് വിശുദ്ധമായ ജീവിതം. സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിത് ആരെ കുറ്റം പറയല്ല. ചിലവർ പറയും, ബ്രദറെ ഞാൻ ചരളുമ്മ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടാണെന്നറിയാമോ ഈ ഇതുണ്ടായത്. വാസ്തവത്തിൽ നല്ല കാര്യം. പക്ഷേ വിശ്വാസത്തിന് അതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. മനസ്സിലാവണ്ടോ? ആരിലുള്ള വിശ്വാസം? ഇപ്പൊ നീ എങ്ങനെ വിശ്വസിച്ചു? ഞാൻ ചരളുമ്മ മുട്ടുകുത്തി, അല്ലെങ്കിൽ ഞാൻ മുട്ടില് കുറെ നീന്തി, ഞാൻ ഇത്ര കൊന്ത ചെയ്ത്, ഞാൻ ഇങ്ങനെ ചെയ്ത്, ഞാൻ ഉപവസിച്ച്. ഇപ്പോ ഇവിടെ ഫോക്കസ് വരുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്. ഇങ്ങനെ തന്നെയാണ് അവർ പ്രാർത്ഥിച്ചിരുന്നതും. അവര് ഇന്നമാതിരി പ്രാർത്ഥന ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം. അവിടെയെല്ലാം നമ്മളിത് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ചിലവർക്ക് ഒരു പ്രചോദനം കിട്ടി, പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞ് ചെയ്യണ്ടാവുമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ആരുടെ പ്രവൃത്തിയിലാണ് ഇവിടെ കൃപ കിട്ടുന്നത്? അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഇതിൽ നിന്ന് മാറണമെങ്കിൽ ഇന്നിന്ന പരിഹാരം ചെയ്യണം. അപ്പൊ നമ്മൾ ശരിയായി അതിന് എത്ര കാശ് ചെലവാക്കിയാലും ഞാൻ ചെയ്യാം. ഇപ്പൊ ആര് ചെയ്ത പരിഹാരമാണത്? നിങ്ങൾ ചെയ്യണ പരിഹാരമാണ്. അപ്പൊ കർത്താവീശോ മിശിഹ ചെയ്ത പരിഹാരം അതിനെ നമ്മൾ ആ സമയത്ത് പരിഗണിക്കുന്നേയില്ല. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഈ പറയണത് വളരെ വേദനിപ്പിക്കാം
ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ. പക്ഷേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരുപക്ഷെ എന്തെങ്കിലും പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കർത്താവ് ഈശോ മിശിഹ ചെയ്ത പരിഹാരത്തിനോട് ചേർക്കപ്പെടേണ്ടതാണ്. മറിച്ച് കർത്താവ് ഈശോ മിശിഹ ചെയ്ത പരിഹാരത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഇപ്പൊ വീണ്ടും യോഹന്നാൻ 6:28. എന്താ യോഹന്നാൻ 6:28? ഫരിസേയർ യേശുവിനോട് ചോദിച്ചു, എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തി ഇല്ലേ? അപ്പൊ ഈശോ എന്താ പറഞ്ഞത്? എന്താണ് പ്രവൃത്തി? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇത് മാത്രം മതി. അപ്പൊ നമ്മുടെ അനുഷ്ഠാനങ്ങളും പ്രവൃത്തികളും കുറച്ചൊക്കെ നല്ലതാണ്. ഒരു വിശ്വാസത്തിന് ചില അനുഷ്ഠാനങ്ങളുടെ പക്ഷേ അത് കുറെ അങ്ങ് വർദ്ധിച്ച് അനുഷ്ഠാനങ്ങളിലും പരിഹാരത്തിലുമായി. ഇപ്പോൾ ഞാൻ പലരും പറയണത് കേട്ടതാണ്, എനിക്ക് ഡയറക്റ്റായിട്ട് പരിചയമില്ല. ചിലർ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇന്ന ആൾ വന്നപ്പോൾ ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു, അത് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകാം, അത് ചെയ്ത് ഇതിന് പരിഹാരം ചെയ്യണം. ദാറ്റ് ഈസ് റോങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ടു. വാസ്തവത്തിൽ അതാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃപയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു. കൃപ കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. കൃപ കിട്ടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. കുറച്ചും കൂടി ക്ലിയർ ആയോ? അപ്പോ അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിലെല്ലാം പറയണത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും കൃപ കൊണ്ട് നിറയും. മറിച്ച് ഇല്ല, ഈ പ്രശ്നത്തിനൊക്കെ കാരണം അപ്പാപ്പൻ ഇന്ന ആളെ ഇന്നമാതിരി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന് നീ പരിഹാരം ചെയ്യണം. അപ്പൊ നമ്മൾ യേശുക്രിസ്തു അപ്പാപ്പന്റെ പാപം എടുത്തോ ഇല്ലയോ? അതിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വ്യക്തിക്ക് മാമോദീസ കിട്ടിയിട്ടുണ്ട്, ഈ മാമോദീസായിൽ എന്ത് സംഭവിച്ചു അത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട വളർച്ച. നമ്മുടെ കുടുംബത്തിൽ പല പാവങ്ങളും വന്നു പോയിട്ടുണ്ടാകാം, അതിൻ്റെ ഒന്നും കണക്ക് കർത്താവ് അവിടെ വെക്കുന്നില്ല എന്നതാണ് പുതിയ നിയമത്തിന്റെ സ്ഥായി രഹണം. എബ്രായർ 8:11-12 എബ്രായർ 8:12 എന്താ പറയുന്നത്? അല്ലെങ്കിൽ 11 മുതൽ ഒന്ന് വായിച്ചേ. എബ്രായർ 8:11, 12, 13. കണ്ടോ? ചെറിയവരും വലിയവരും അവരുടെ അനീതികളുടെ മേൽ ഞാൻ കരുണയുള്ളവനായിരിക്കും. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, അവരുടെ അനീതികളുടെ മേൽ ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല. ഒരിക്കലും ഓർക്കില്ല. അതാണ് പുതിയ നിയമം. എന്തുകൊണ്ട്? ഈശോ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വാക്യം പറഞ്ഞു. പുതിയ ഒരു ഉടമ്പടിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. ഇത് എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കാലഹരണപ്പെട്ടതായ പഴക്കം ചെന്നതുമായ അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മുഴുവനായിട്ടില്ല. അതാകണോ വേണ്ടയോ? അതായാൽ മാത്രമേ പുതിയ ഉടമ്പടിക്ക് വെളിച്ചം കിട്ടുള്ളൂ. എന്തൊരു കാര്യമാണ്. നമുക്കൊന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച, ദൈവമേ, ഈ പുതിയ ഉടമ്പടിയിലേക്ക് സഭ വളരുന്നതിനും
നമ്മുടെ നവീകരണവും നമ്മുടെ സുവിശേഷവൽക്കരണവും എല്ലാം ഇതിൻ്റെ ആഴങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ശാലബല ഹലബല ഹലബല ഹലബല. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോ പെട്ടെന്ന് ചായ